ഡിറ്റക്റ്റീവ് ജ്വലൻ ഈ വെള്ളിയാഴ്ച റിലീസായ സിനിമയാണ്. ഭയങ്കര പ്രതീക്ഷയിൽ കാത്തിരുന്ന സിനിമയാണ്. 2 കാരണങ്ങളാണ്. ഒന്ന്, വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ രണ്ടാമത്തെ സിനിമ. അത് ഫസ്റ്റ് സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് യൂണിവേഴ്സ് ഉണ്ടെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതും വേണം ഒരു ഫസ്റ്റ് സിനിമ എന്നുള്ള രീതിയിൽ തന്നെ വേണം പറയാം. കാരണം അതിലെ ക്യാരക്ടേഴ്സ് ഒന്നും പറയുന്ന ഒന്നുമില്ല, അടുത്ത സിനിമകൾ തൊട്ടാണുള്ളത്. അപ്പം മിന്നൽ മുരളിയും ഇതും ഒക്കെ അതിൻ്റെ ഒരു ഫസ്റ്റ് സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു അതിൻ്റെ ഫ്യൂച്ചറും പിന്നെ അത് എങ്ങനെ കണക്റ്റ് ആകും ഡോട്ട്സൊക്കെ എന്നുള്ള രീതിയിലും അറിയാൻ ഭയങ്കര ആകാംക്ഷ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ മെയിൻ കാര്യം, എൻ്റെ ഫേവറേറ്റ് ജോണറാണ് ഈ സിനിമ. മർഡർ മിസ്റ്ററി, സീരിയൽ കില്ലിംഗ് അന്വേഷിക്കുന്ന പരിപാടിയാണ്. അതിൽ തന്നെ കോമഡിയും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഡബിൾ ഹാപ്പി. അതാണ് ഇതിൻ്റെ ജോണർ. അപ്പം ഞാൻ ഈ ആഴ്ച പേഴ്സണലി കൂടുതൽ വെയിറ്റ് ചെയ്ത സിനിമ ഡിറ്റക്റ്റീവ് ജ്വലനാണ്. രാഹുൽ ഇന്ദ്രനീൽ എന്ന രണ്ട് സംവിധായകരാണ് ഈ സിനിമയ്ക്കുള്ളത്. അവർ തന്നെയാണ് സിനിമ എഴുതിയിട്ടുള്ളതും. ധ്യാൻ ശ്രീനിവാസൻ, നമുക്ക് അദ്ദേഹത്തെ എന്ത് വേണമെങ്കിലും വിളിക്കാം, പല സ്റ്റാറുകളെന്നൊക്കെ വിളി വരുന്നുണ്ട്. പക്ഷേ നല്ല സ്ക്രിപ്റ്റ് വന്നാൽ പുള്ളി അത് ഡീസൻ്റായിട്ട് തന്നെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വാരി വലിച്ച് ഈ ഊളപ്പടങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അതിൽ തന്നെ ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് ഉള്ള പടങ്ങൾ പോലും കാണാതെ പോകുന്നുണ്ട് ആൾക്കാർ ശ്രദ്ധിക്കാതെ. അങ്ങനെ പോകേണ്ട ഒരു എബോ ആവറേജ് സിനിമയാണിത്. പക്ഷേ വീക്കെൻഡ് വന്നുകൊണ്ട് ഈ സിനിമയ്ക്ക് അത്യാവശ്യം ലൈം ലൈറ്റ് കിട്ടി, ആൾക്കാർ കയറുന്നുണ്ട്. സിനിമ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എബോ ആവറേജ് നല്ല ഒരു വൺ ടൈം വാച്ച് നമുക്ക് സമ്മാനിക്കുന്ന സിനിമയാണ്. ഫസ്റ്റ് ഹാഫൊക്കെ ഒരു ഹ്യൂമറിൻ്റെ പശ്ചാത്തലത്തിൽ ആ സീരിയൽ കില്ലിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അങ്ങനെ പോകുന്ന, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഹാഫ് ആകും. ടോട്ടൽ 2 മണിക്കൂർ 4 മിനിറ്റാണ് ഡ്യൂറേഷൻ. 1 മണിക്കൂർ പെട്ടെന്ന് പോകും. സെക്കൻഡ് ഹാഫിലാണ് ഇതിൻ്റെ സീരിയസ്നെസ്സും അതെങ്ങനെ ചുരുളഴിക്കുന്ന സംഭവം വരുന്നത്. ഈ ചുരുളഴിക്കുമ്പോൾ നമുക്ക് അവസാനം വരെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ആരാണെന്നറിയാൻ. ഇതാരാണെന്ന് കാണിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ക്യൂരിയോസിറ്റി ഒരു 10 മിനിറ്റത്തേക്ക് നമുക്ക് വരും. അത് വേറൊരു സംഭവം ഉണ്ട്. അതൊക്കെ കൊണ്ട് സെറ്റാണ്. പക്ഷേ ഈ ചുരുളഴിയുന്ന സമയത്ത് ഒരു ബ്രില്യൻസ് യൂസ് ചെയ്തിട്ടില്ല റൈറ്റിങ്ങിൽ ഒരിടത്തും. രാക്ഷസം പോലെയോ മെമ്മറീസ് പോലെയോ അങ്ങനെയൊന്നും ഒരിടത്തും ഇല്ല. ഇവർ ഇങ്ങനെ കഥ പോകണം, ഇങ്ങനെ പോകണം, അതിന് വേണ്ടിയിട്ട് ഇവരുടേതായ രീതിയിൽ കഥയുടെ വഴി തിരിച്ച് അങ്ങനെ വിടുവാണ്. അല്ലാതെ ഒരു ബുദ്ധിപരമായിട്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യാം ആ ഒരു രീതിയിൽ ഒരിടത്തും വന്നിട്ടില്ല. അത് തന്നെയാണ് ഒരു പ്രശ്നമായിട്ടും തോന്നിയത്. അതുകൊണ്ട് തന്നെ എൻഗേജ്ഡ് ആയിട്ട് ആരാണെന്ന് അറിയാൻ അവസാനം വരെ ആ ക്യൂരിയോസിറ്റി ഇരിക്കും. പക്ഷേ സ്റ്റിൽ അത് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ കണ്ടുപിടിച്ചല്ലോ, അത്ര ഉള്ളല്ലോ ആ രീതിയിലും തോന്നും. അതാണൊരു പ്രശ്നം. പോസിറ്റീവ് അത് തന്നെയാണ്, പ്രശ്നം ആ രീതിയിൽ. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ധ്യാൻ ഓക്കെ, പുള്ളിക്കൊന്നും കൂടുതൽ ചെയ്യാനില്ല. അതേപോലെ തന്നെ പുള്ളി സാധാ സിനിമ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ എഫേർട്ട് ഇട്ടായിട്ടൊന്നും തോന്നുന്നില്ല. സിജു വിൽസൺ കൊള്ളായിരുന്നു. കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് സിജു വിൽസൺ, കോട്ടയം നസീർ, റോണി, ഇവരെ 3 പേരെയാണ്. അമീൻ ആൻഡ് ഗ്യാങ്, അവർക്ക് 4 പേർക്കൊന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് 4 പേർക്കൊന്നും ചെയ്യാനില്ല. അപ്പം ആകത്തൊക്കെ എനിക്ക് പേഴ്സണലി വർക്കായ സിനിമയാണ്. നരിവേട്ടേക്കാൾ ഒരുപാട് റിവ്യൂ വരുന്ന നരിവേട്ടേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്.